നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മക്കളെ. നമ്മുടെ എക്സാമിങ് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റർ ആണ് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് ക്ലാസ് 5ലെ കൂട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? പ്രധാനമായും മക്കളെ നമുക്ക് യൂണിറ്റ് 2 കനിവായി നിലാവായ് എന്നുള്ള യൂണിറ്റിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്നൊരു കഥ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്നുള്ള കഥ നമുക്ക് പഠിക്കാനുണ്ട്. കഥ എഴുതിയിരിക്കുന്നത് തിക്കോടിയനാണ്. തിക്കോടിയൻ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. പി കുഞ്ഞനന്ദൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം എഴുതിയ രാക്ഷസന്റെ ചിരി എന്നുള്ള കഥയിലുള്ള ഒരു ചെറിയ ഭാഗമാണ് ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്ന ഭാഗം. പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഒരു കഥയാണ്. അപ്പം എന്ത് ചെയ്യുക, ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്നുള്ള കഥ നിർബന്ധമായിട്ടും പഠിച്ചു പോണം. അടുത്തത് പരിക്കേറ്റ കുട്ടി എന്ന കവിതയാണ്. കവിത എഴുതിയത് കുമാരനാശാനാണ്. പരിക്കേറ്റ കുട്ടി എന്ന കവിത കുമാരനാശാൻ എഴുതിയ കവിതയാണ്. ആധുനിക കവിത്രയത്തിലെ കവി, സ്നേഹഗായകൻ, പിന്നെയോ ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്ന മഹാനായ കവിയാണ്, മഹാകവിയാണ് ആര്? കുമാരനാശാൻ. അദ്ദേഹം എഴുതിയ പരിക്കേറ്റ കുട്ടി എന്ന കവിത അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നിർബന്ധമായിട്ട് വായിച്ചു പോകണം. എല്ലാ പ്രവർത്തനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പോവുക. അടുത്തത് നന്മപ്പൂക്കൾ എന്ന കഥയാണ്. നന്മപ്പൂക്കൾ എന്ന കഥ എഴുതിയത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി എഴുതിയ കവിതയാണ് നന്മപ്പൂക്കൾ. പ്രധാനപ്പെട്ട കഥാപാത്രം മിറി എന്ന കണ്ണ് കാണാത്ത പെൺകുട്ടിയാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുന്ന, നന്മയെക്കുറിച്ച് പറയുന്ന, കുട്ടികളുടെ നന്മയെക്കുറിച്ച് പറയുന്ന കഥയാണ്. നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. അപ്പോൾ കനിവായ് നിലാവായ് എന്ന യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിലെ ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നു, പരിക്കേറ്റ കുട്ടി, നന്മപ്പൂക്കൾ, ഇതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും പാഠഭാഗം നമുക്ക് ആ എക്സാമിന് പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ളത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് കൂടി നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമായിരിക്കും. നിങ്ങൾ പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു കഥ തരാം, കവിത തരാം, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രവർത്തനങ്ങളിൽ കഥാപാത്ര നിരൂപണം ഉണ്ടാവാം, വാഗ്മയം ഉണ്ടാകാം, അനുഭവക്കുറിപ്പുണ്ടാകാം, വിശകലനക്കുറിപ്പുണ്ടാകാം, ജീവചരിത്രം ഉണ്ടാകാം, കത്തുണ്ടാകാം, അഭിപ്രായക്കുറിപ്പുണ്ടാകാം, പോസ്റ്റർ ഉണ്ടാവാം, സംഭാഷണം ഉണ്ടാകാം, ആസ്വാദന കുറിപ്പുണ്ടാവാം, ഉപന്യാസം ഉണ്ടാകാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു വെക്കണം, നിങ്ങൾ നമ്മുടെ ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഇതാണ്. അതായത് ഇനിയുള്ള സമയങ്ങളിൽ മാഷ് എന്ത് ചെയ്യും, മാഷ് നിങ്ങളെടുത്ത് നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാഷ് ലൈവായിട്ട് വരും. അതുപോലെ ഷോറായിട്ട് വരാവുന്ന ചോദ്യങ്ങൾ, പ്രഡിക്ഷൻ ഒക്കെ മാഷ് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എത്താൻ വേണ്ടി ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ, ലൈവിൻ്റെ ലിങ്കുകൾ, പിന്നെയോ ഡെയിലി പ്ലാൻസ്, നോട്ട്സ്, ക്വസ്റ്റ്യൻ പൂൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എജുപോർട്ടിൻ്റെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടും. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യടാ, ജോയിൻ ചെയ്തിടുക. ഇനി മാഷ് ആദ്യം പറഞ്ഞൊരു കാര്യമല്ലേ, അതായത് നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ടടാ, നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ബാച്ച്, ആ ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച്. ആ ബൂസ്റ്റർ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിസംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്ന 2000 കുട്ടികൾക്ക് മാത്രം 1249 രൂപക്ക് അടിപൊളിയായി നമ്മൾ ഇനി ആനുവൽ എക്സാം വരെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും അതിൻ്റെ റിവിഷനും അതുമായി ബന്ധപ്പെട്ട നോട്ട്സും എക്സാംസും അതുപോലെ അതിൻ്റെ പ്ലാനായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ബാച്ചാണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കൂടി ഈ ഒരു അവസരം എന്ത് ചെയ്യുക, ഈ ഒരു അവസരം പ്രതീക്ഷയോടെ വിനിയോഗിക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ അടിപൊളിയായി എക്സാമിലേക്ക് കടക്കും.